എല്ലാവർക്കും നമസ്കാരം. ഓപ്പോൾസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഗുരുവായൂരിലെ വിശേഷങ്ങളാണ്. നാനാദേശങ്ങളിൽ നിന്നും ഗുരുവായൂരപ്പനെ കാണാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ ആല് കാണുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറെ സന്തോഷമുണരുന്നു. കാരണം ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലെത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ആലും ആൽത്തറയും വിളക്കുമാടവും ഒക്കെ. ഈ ആൽമരം മഞ്ജുള ആല് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് മഞ്ജുള ആൽ എന്ന പേര് വന്നതിന് പിന്നിലുള്ള ഐതിഹ്യമാണ് ഇനി പറയാൻ പോകുന്നത്. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ഒരു വാരസ്യാർ പെൺകുട്ടി താമസിച്ചിരുന്നു. മഞ്ജുള എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ബാല്യം മുതലേ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തിയായിരുന്നു മഞ്ജുള. നിത്യേന തുളസിയും മറ്റു പൂക്കളും ശേഖരിച്ച് ഭഗവാന് ചാർത്തുവാനുള്ള അതിമനോഹരമായ ഹാരം തയ്യാറാക്കുന്നതിലൂടെ അവൾ ഒരുപാട് സന്തോഷം കണ്ടെത്തിയിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം മാല കൃത്യസമയത്ത് ഭഗവാന് സമർപ്പിച്ച് ദീപാരാധന സമയം ആ മാല ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ചത് കൺകുളിർക്കെ അവൾ കണ്ടു നിൽക്കുമായിരുന്നു. വീട്ടിൽ ധാരാളം കഷ്ടതകളുണ്ടെങ്കിലും അതൊന്നും തന്നെ മഞ്ജുളയെ അലട്ടിയിരുന്നില്ല. എന്തു വന്നാലും ഭഗവാനുള്ള മാല കെട്ടുന്നതിൽ ഒരു മുടക്കവും അവൾ വരുത്തിയിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മഞ്ജുളയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ വരികയും വീട്ടിലെ ജോലിയെല്ലാം അവൾ ചെയ്യേണ്ടതായും വന്നു. വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോഴേക്കും നടയടച്ചു കഴിഞ്ഞിരുന്നു. അതീവ ദുഃഖിതയായ മഞ്ജുള വിഷമം തീരെ സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ഷേത്രനടയിലിരുന്നു. ഈ സമയം ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ പൂന്താനം നമ്പൂതിരി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ മഞ്ജുളയെ കാണുകയും ദുഃഖത്തിന് പിന്നിലുള്ള കാരണം അന്വേഷിച്ചറിയുകയും ചെയ്തു. ഇത് കേട്ട പൂന്താനം മഞ്ജുളയെ സമാധാനിപ്പിക്കുകയും ഭഗവാൻ ശ്രീകോവിലിൽ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണെന്നും അവളെ പറഞ്ഞു മനസ്സിലാക്കി. ഭഗവാനെ നല്ലതുപോലെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ആൽമരച്ചുവട്ടിലെ കല്ലിൽ മാല ചാർത്തിയാൽ അത് തീർച്ചയായും ഭഗവാൻ സ്വീകരിക്കുമെന്നും ഇനിയും വിഷമിക്കാതെ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് പൂന്താനം മഞ്ജുളയെ സമാധാനിപ്പിച്ചു. അങ്ങനെ പൂന്താനത്തിൻ്റെ വാക്ക് കേട്ട മഞ്ജുളയ്ക്ക് വളരെയധികം സമാധാനമായി. അങ്ങനെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മഞ്ജുള കൊണ്ടുവന്ന ആ മാല ആലിൻ ചുവട്ടിലെ കല്ലിൽ ചാർത്തിയ ശേഷം തിരികെ വാര്യത്തേക്ക് പോവുകയും ചെയ്തു. അടുത്ത ദിവസം ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി നിർമ്മാലയെ മാറ്റുവാൻ തുടങ്ങി. മേൽശാന്തി ഭഗവാനെ ചാർത്തിയിരുന്ന മാലകൾ പതുക്കെ ഓരോന്നായി മാറ്റി തുടങ്ങി. അങ്ങനെ എത്ര മാറ്റിയിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്ന് മാറ്റുവാൻ മേൽശാന്തിക്ക് സാധിച്ചിരുന്നില്ല. തൻ്റെ പൂജയിൽ ഭഗവാൻ എന്തെങ്കിലും അതൃപ്തി സംഭവിച്ചോ തന്നെ ഭഗവാൻ പരീക്ഷിക്കുകയാണോ എന്ന് കരുതി അതീവ ദുഃഖിതനായിരിക്കുകയായിരുന്നു മേൽശാന്തി. എന്നാൽ നിർമ്മാല്യ ദർശനത്തിനെത്തിയ പൂന്താനം നമ്പൂതിരി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞതനുസരിച്ച് മഞ്ജുള കല്ലിൽ ചാർത്തിയ ആ മാല ഭഗവാൻ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചുവെന്ന് പൂന്താനം നമ്പൂതിരിക്ക് മനസ്സിലായി. തലേ ദിവസം നടന്ന സംഭവം പൂന്താനം മേൽശാന്തിയെ അറിയിച്ചു. അതേ തുടർന്ന് ആലിന് സമീപമെത്തിയ മേൽശാന്തിയും പൂന്താനവും മഞ്ജുള കല്ലിൽ ചാർത്തിയ ആ മാല എടുത്തു മാറ്റിയ ശേഷം തിരികെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അത്ഭുതമെന്ന് തന്നെ പറയാം, ഭഗവാന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ മാല അപ്രത്യക്ഷമായിരിക്കുന്നു. തൻ്റെ പ്രിയ ഭക്തർ പൂർണ്ണ മനസ്സോടെ അർപ്പിക്കുന്നതെന്തും ഭഗവാൻ സ്വീകരിക്കുമെന്ന പൂന്താനത്തിൻ്റെ വാക്കുകൾ അന്വർത്ഥമാവുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ പ്രിയഭക്തയായ മഞ്ജുളയുടെ സ്മരണാർത്ഥം കിഴക്കേ നടയിലുള്ള ആലിന് ഭക്തർ മഞ്ജുള ആൽ എന്ന നാമം നൽകി. മഞ്ജുളയുടെ ഭക്തിയുടെ പ്രതീകമായി ഇന്നും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഈ ആല് നിലനിൽക്കുന്നു. നിത്യവും വിളക്ക് കൊളുത്തിയും ആലിന് വലം വെച്ചും ഭക്തജനങ്ങൾ പ്രാർത്ഥനാപൂർവം ഈ മഞ്ജുള ആലിനെ സ്മരിക്കുന്നു.